ഹരേ കൃഷ്ണ. നമ്മളിന്ന് വടുകപ്പുളി നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു നാരങ്ങ എടുക്കുക, കഴുകുക, നന്നായി തുടയ്ക്കുക. അതിനുശേഷം നമ്മളൊരു അപ്പച്ചമ്പിൽ വെച്ച് അതൊന്ന് ആവി കയറ്റിയിട്ട് അതിൻ്റെ തൊലി ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ വെക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ കുറച്ച് നാൾ വെച്ചിട്ട് കഴിക്കാനാണെങ്കിൽ അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ അതിൽ എണ്ണയൊക്കെ കൂടുതൽ ചേർക്കേണ്ടി വരും. ഇത് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് ആവി കയറ്റിയതിന് ശേഷം വീണ്ടും നന്നായിട്ട് തുടച്ച് അരിയണം. അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിലേക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് ഉപ്പും മുളക് പൊടിയും ഉലുവാപ്പൊടിയും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ശർക്കര, അതായത് മധുരം അറിയരുത്, എന്നാൽ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഒരു പീസ് ശർക്കര അതിനകത്തേക്ക് ചേർക്കണം. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർക്കണം. എന്നിട്ട് കടുക് വറക്കണം. നമ്മൾ കറിവേപ്പില ചേർക്കാം. ഞാൻ കറിവേപ്പില ചേർത്തില്ല. മുളകും കടുകും കൂടെ കടുക് വറുത്ത് ആ ചൂടെണ്ണ ആ കായത്തിൻ്റെയും ശർക്കരയുടെയും മുകളിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ വളരെ രുചിയുള്ള ഒരു വടുകപ്പുളി നാരങ്ങ അച്ചാറാണ്. ഇതിനകത്ത് വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല. ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ശർക്കര കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ മധുരാകും. അതുകൊണ്ട് വളരെ ശകലം മാത്രമേ ശർക്കര ചേർക്കാവൂ. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ഇപ്പം തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഹരേ കൃഷ്ണ.